ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊരു ചൂട്, ഒരു രക്ഷയില്ല. വീട്ടിനകത്തിരിക്കാനും വയ്യ, പുറത്തിരിക്കാൻ വയ്യ, അതേപോലത്തെ ചൂടാണ് അല്ലേ? കേരള കത്ത് എന്നൊക്കെ പറയുന്നത് ഇപ്പം അതുപോലായി. കുടിവെള്ളത്തിന് ബുദ്ധിമുട്ട്. ഞാനാണെങ്കിൽ നമുക്ക് ഇച്ചിരി എന്തെങ്കിലും നല്ലൊരു തണുത്ത എന്തെങ്കിലും ഒരു വെള്ളം ഉണ്ടാക്കിയാലോ, അതല്ലേ നല്ലത് ഈ ചൂട് സമയത്തെന്ന് പറഞ്ഞാൽ. അതൊക്കെ ആയിരിക്കും നല്ലത്. ഇച്ചിരി പഴുത്ത മാങ്ങ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നല്ലൊരു ഷേക്ക് ഉണ്ടാക്കാം അല്ല. വളരെ സിമ്പിളായിട്ട് ഒരുപാട് ഐറ്റങ്ങളൊന്നുമില്ലാതെ പഴുത്ത മാങ്ങ കൊണ്ട് ഷേക്ക്. നല്ല മധുരമായി മാങ്ങയ്ക്ക് കേട്ടോ. ഇങ്ങോട്ട് കാണ്ടിച്ച് അങ്ങോട്ട് ഇടുക. ഇതേപോലെ ഒന്ന് മുറിച്ച് ഇപ്പം നമ്മുടെ ആവശ്യത്തിന് മാമ്പഴം എടുക്കാമെന്നുള്ള ഇതേപോലെ തൊലിയൊക്കെ ചെത്തി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ജ്യൂസ് അടിക്കുന്ന ആ ജാർ ഇങ്ങോട്ട് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് കുറച്ചുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് കുറച്ച് മിൽക്ക് മേഡ് അങ്ങോട്ട് വയ്ക്കും. ഈ മാമ്പഴത്തിന് നല്ല മധുരമുണ്ട്, മിൽക്ക് മേഡും മധുരമാണ്. ഇനി ഞാൻ ഇതിനകത്ത് പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലാണ്. ഒന്ന് നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം എടുക്കുക. അത് കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഒരു 2-3 അണ്ടിപ്പരിപ്പ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 ബദാം പരിപ്പ് അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈ അണ്ടിപ്പരിപ്പ് ബദാമൊക്കെ ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ചേർക്കുക. നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങ് ചേർത്തന്നേ ഉള്ളൂ. ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതേലോട്ട് വെച്ച് അപ്പം നല്ലപോലെ ഇത് അരഞ്ഞിട്ടുണ്ട്. നമുക്കിങ്ങനെ എടുക്കാം. മധുരമൊക്കെ നോക്കിക്കണം കേട്ടോ. ആവശ്യത്തിന് മധുരം ഉറപ്പ് വരുത്തിയതിന് ശേഷം നേരെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഏകദേശം ഒരു 2 ഗ്ലാസ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഒരല്പം മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കഷ്ണം ഐസ് കട്ടയുടെ കൊട്ടിടുക. തണുക്കട്ടെ നല്ലപോലെ. നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ശകലം മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ബദാമുമൊക്കെ ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉച്ചക്കത്തെ ഊണെന്ന് പറഞ്ഞാൽ ഒരു 3 മണിയൊക്കെയാണ്. കാര്യം വിശപ്പില്ല, വെള്ളമാണ് മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര ചൂടല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലത്തെയൊക്കെ ചൂടിന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നല്ല തണുത്തൊക്കെ ഇട്ട് കഴിക്കുമ്പോഴത്തേക്കും ഒരു ഉന്മേഷം കിട്ടും. അതുപോലെ തന്നെ പഴുത്ത മാങ്ങയൊക്കെ എന്ന് പറഞ്ഞാൽ വിലക്കുറയും ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ട്. ഇതേപോലെ 1-2 മാങ്ങ മേടിച്ച് നല്ല അടിപൊളിയായിട്ട് ഷേക്ക് ഉണ്ടാക്കും.